സിദ്ധാർത്ഥിനെ ക്രൂരമായി ആക്രമിച്ച പ്രധാന പ്രതി സിജോ നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. മറ്റ് ചില പ്രതികൾക്കും പശ്ചാത്തലം കോൺഗ്രസ് പശ്ചാത്തലമാണ്. പക്ഷെ നിങ്ങൾ അനങ്ങുന്നില്ല. നിങ്ങൾ ഇതിനെ SFIയുടെ തലയിൽ കൊണ്ടുപോയി കെട്ടുന്നു. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇതിനകത്ത് CPM നേതാക്കൾ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന്. ഇതെന്തിനാണ് BRM ഷെഫി? ഞാൻ SFIയുടെ നേതാവിനോട് വെല്ലുവിളിച്ചു പറയുകയാണ്. ഈ പറയപ്പെടുന്ന പേരുകാരൻ KSU ആയിരുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു തെളിയിക്കാൻ ഒരു പേപ്പർ കഷണം, ഒരു ചെറിയ ഫോട്ടോ തനിക്ക് ഹാജരാക്കാൻ പറ്റുമോ? എന്തൊരു അഹങ്കാരമാണോ നിങ്ങളൊക്കെ കാണിക്കുന്നത്? ഒരു പാവം ചെറുപ്പക്കാരനെ തന്റെയൊക്കെ കൂടെ ഒന്ന് വാലന്റൈൻസ് ഡേയിൽ തന്റെ നേതാവിനോടൊപ്പം ചേർന്ന് നിന്ന് തുള്ളി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ഒന്ന് ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൂട്ടുകാരികളുടെയും അവന്റെ കൂടപ്പിറപ്പുകളുടെയും മുമ്പിൽ വെച്ച് അവന്റെ അടിവസ്ത്രം ഒഴികെ ബാക്കിയെല്ലാം ഉരിഞ്ഞു മാറ്റി 3 ദിവസം വെള്ളം കൊടുക്കാതിരുന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഏറ്റവും ഗുരുതരമായ പരിക്കുകൾ. എന്താ ഉറക്കം വരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാനതിനകത്ത് കാണാം എഴുതി വെച്ച താടിയല്ല് പൊട്ടി, നട്ടല് തകർന്ന്, ആഴത്തിൽ ആമാശയത്തിൽ ആഴത്തിൽ മുറിവേറ്റ്, 13 മുറിവുകൾ നെഞ്ചിൽ പേറി, വയറ് കാലിയായി, വാരിയലിന് പൊട്ടൽ സംഭവിച്ച് ഒരു ചെറുപ്പക്കാരനെ അടിച്ചും ഇടിച്ചും വിചാരണ നടത്തിയും പട്ടിണി കെട്ടിയും കൊന്നിട്ട് നീയൊക്കെ വന്നിരുന്ന് സ്വാതന്ത്ര്യം ജനാധിപത്യത്തെ കുറിച്ച് പറയാ? ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല പ്രതികളെ മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ നിലവാരത്തെ കുറിച്ച് അളക്കുക. നിങ്ങളുടെ MLA ചെരിപ്പിടാതെ നടക്കുന്ന നിങ്ങളുടെ മനുഷ്യനില്ലേ, ആദർശത്തിന്റെ പുണ്യാളൻ, അയാള് പ്രതികളെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോ ഒരു അമ്മയുടെ ഏക പ്രതീക്ഷയായിരുന്ന മകനെ പട്ടിണി കിട്ടും വിചാരണ നടത്തിയും തല്ലിയും ഒടിച്ചും കൊന്നിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ചിട്ട് അവന്റെ മൃതദേഹം കെട്ടിയിറക്കിയിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിലല്ലാതെ അഴിച്ചിറക്കിയിട്ട് 33 പരിക്കുകൾ അവനെ വെച്ചിട്ട് ബെൽറ്റ് കൊണ്ട് കമ്പി കൊണ്ട് അടിച്ചിട്ട്, ഇവിടെ നാണമില്ലാത്തവന്മാരെ നിനക്കൊക്കെ ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നില്ലേ? യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ്